ഇത് ഞാൻ കളത്തിലിടാനായിട്ട് കളത്തിന്റെ ചുറ്റും ഇടാനായിട്ട് പൊട്ടിക്കണ ഇതാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് രണ്ടാമത്തെ കളാണ് കേട്ടോ ഇതെന്ന്. അപ്പോൾ ഞാനിന്ന് ഈ ചെണ്ടുമല്ലി ഈ രണ്ട് കളറാണ് എടുത്തിട്ട് ഉള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് കളയിടാം. ഞാനത് വിചാരിച്ചിരിക്കണത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ്. അതിനകത്ത് ഇടാം കളയിടാട്ടോ. അതിന് ഇതാണ് എടുക്കണത്, ഓറഞ്ച് കളറാണ്. എനിക്ക് ഇത് ഇടുമ്പോ പലയിടത്തേക്ക് പോകുന്നോണ്ട് ഇത് എനിക്ക് ഇങ്ങനെ ഇഷ്ടമല്ല. എപ്പോഴും എനിക്ക് ഇത് ഇടുമ്പോ ഇത് പുറത്തേക്ക് പോകണോണ്ട് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് എനിക്ക് എന്താ പോലെ അപ്പൊ എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യും. ഓറഞ്ചിന്റെ ഇത് രണ്ട് ഭാഗങ്ങൾ ഇടണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ മഞ്ഞപ്പൂവിൻ്റെ ഇത് നിറയ്ക്കുക. എന്നിട്ട് വീണ്ടും ഓറഞ്ച് ഇങ്ങനെ ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചുറ്റും ഓറഞ്ച് പൂ അല്ല മഞ്ഞപ്പൂ നിറയ്ക്കും. മഞ്ഞപ്പൂ ഈ സർക്കിളിൻ്റെ ഉള്ളിൽ മുഴുവൻ. അതാണ് ഫ്രണ്ട്സ്. ഇതിന്റെ ചുറ്റും ഇനി നമുക്ക് ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ഉള്ളിൽ മഞ്ഞയും ഓറഞ്ചൊക്കെ ഇട്ട് നിറയ്ക്കുന്നു. അതിന് ശേഷം ഇതിന്റെ ചുറ്റും മഞ്ഞ പൂവിട്ട് നിറയ്ക്കും. ഇത് ഇട്ട് കഴിയാറായിട്ടുണ്ട്. കുറച്ചും കൂടെ ഇത് ആക്കി പൊട്ടിച്ചിട്ട് തരാം. ഇതിന്റെ അല്ലികൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ മന്ത്രവാദിനിയുടെ പോലെ തോന്നുന്നു. കുറച്ച് ഇത് കഴിഞ്ഞിട്ട് മതി. അപ്പൊ ഫ്രണ്ട്സ്, ഞാനിത് ഇതിന്റെ പോലെ അല്ല പറ്റിയത്. ഞാനിത് കൈ കൊണ്ട് വച്ചിട്ടുണ്ട്. ഇതുമ്മ വെള്ള സാധനം ഉണ്ട്, എന്നാൽ ഇതുമ്മ വെള്ള സാധനം. ഇതാണ് ഇതിന്റെ വ്യത്യാസം. ഞാനിപ്പോൾ കത്രി കൊണ്ടാണ് മുറിച്ചത്. ഇത് ഫുള്ള് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ താഴെ ഞാനിങ്ങനെ കോൺ പോലെ ചെയ്യണം. ഇപ്പോൾ ഇവിടെ കോണിന്റെ ഷേപ്പ് ആക്കുന്നുണ്ട്. ഇത് ഓറഞ്ച് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് മഞ്ഞ ഇടാം. മഞ്ഞ ഇത് ഇങ്ങനെ ട്രയാങ്കിൾ ഇടാം. അപ്പൊ ഫ്രണ്ട്സ്, രണ്ട് എണ്ണം ഇട്ട് കഴിഞ്ഞു. ഇനി വീണ്ടും മഞ്ഞ. അപ്പൊ ഫ്രണ്ട്സ്, ഇത് ഇട്ട് കഴിഞ്ഞു. അതിന് ശേഷം മഞ്ഞ ഇതിന്റെ ഇവിടെ ഞാനിങ്ങനെ രണ്ട് ഭാഗത്താണ് ഇടാൻ പോണത്. അപ്പൊ ഫ്രണ്ട്സ്, എന്റെ കളയിട്ട് കഴിഞ്ഞു കേട്ടോ. ഇങ്ങനെ ഉണ്ടെന്ന് നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.